നമസ്കാരം. തലസ്ഥാനത്തിലെ ഏറ്റവും മികച്ച ടൂറിസം കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്ന ആക്കുളം കായലിന്റെ പുനരുജ്ജീവന പദ്ധതി എങ്ങുമെത്താതെ ഇഴയുകയാണ്. 4 വർഷം മുൻപ് വിഭാവനം ചെയ്ത പദ്ധതി അവിടെ തന്നെ നിൽക്കുകയാണ്. 2022 അവസാനത്തോടെ പണികൾ തുടങ്ങും എന്ന് വാർത്തയുണ്ടായിരുന്നു. അന്ന് ഈ ചാനലിൽ അതിനെപ്പറ്റി വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ കരാർ കമ്പനിയും ടൂറിസം വകുപ്പും തമ്മിലുള്ള തർക്കം കാരണം പദ്ധതി അങ്ങനെ തന്നെ സ്തംഭിച്ചു നിൽക്കുകയാണ്. പദ്ധതി ഉപേക്ഷിക്കപ്പെടും എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയപ്പോഴാണ് വീണ്ടും പദ്ധതിയുമായി മുന്നോട്ടു പോകുവാൻ സർക്കാർ തീരുമാനിച്ചു എന്ന വാർത്ത വരുന്നത്. 185.23 കോടിയുടേതാണ് ഈ പദ്ധതി. കഴക്കൂട്ടം MLA കടകംപള്ളി സുരേന്ദ്രൻ പദ്ധതിയെ അട്ടിമറിക്കുവാൻ നിക്ഷിപ്ത താൽപര്യക്കാർ ശ്രമിക്കുന്നു എന്ന് പ്രതിഷേധം അറിയിച്ചതും വാർത്തയായിരുന്നു. ഹൈദരാബാദ് ആസ്ഥാനമായ ശ്രീ അവന്തിക കോൺട്രാക്ടേഴ്സ് ലിമിറ്റഡ്, കൊൽക്കത്ത ആസ്ഥാനമായ ബയോസ്റ്റാർട്സ് വെഞ്ചേഴ്സ് എന്നിവരുടെ സംയുക്ത സംരംഭത്തിലാണ് പദ്ധതി കരാർ ഏറ്റെടുത്തത്. ഇവിടുത്തെ നിർമ്മാണ സിവിൽ വർക്കുകൾ അവന്തികയും മറ്റ് ജലസംരക്ഷണ ശുദ്ധീകരണ പ്രവർത്തനങ്ങൾ ബയോസ്റ്റാർട്സും നിർവഹിക്കും എന്നതായിരുന്നു പ്രവർത്തന രീതി. ഇതിനോടൊപ്പം 15 വർഷത്തേക്കുള്ള പരിപാലനവും കൂടി ചേർത്ത് 185.23 കോടിയാണ് പദ്ധതിക്കായി അനുവദിച്ചത്. ഇതിൽ 96 കോടിയുടെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾക്ക് മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകുകയും ചെയ്തു. എന്നിട്ടാണ് കരാർ കമ്പനിയുമായി ഒപ്പുവെച്ചത്. എന്നാൽ പിന്നീട് കരാറുമായി ബന്ധപ്പെട്ട് ടൂറിസം വകുപ്പും നിർമ്മാണ കമ്പനിയും തമ്മിൽ തർക്കമുണ്ടായി. അതോടെ പദ്ധതി മുടങ്ങി. കായലിൻ്റെയും തോടുകളുടെയും ജലശുദ്ധീകരണം, എൻട്രൻസ് പ്ലാസ, ഫുഡ് കോർട്ട്, റെയിൽ ഷെൽട്ടർ, വെറ്റ്ലാൻഡ് പാർക്ക്, ഓപ്പൺ തിയേറ്റർ, ഇരിപ്പിടം, ഓപ്പൺ ജിം, ബയോ ഫെൻസിംഗ്, ടോയ്ലറ്റുകൾ, കാർ പാർക്കിംഗ് എന്നിവയൊക്കെ ഉൾപ്പെടുന്നതായിരുന്നു ഈ പദ്ധതി. ലുലു മാളിന് സമീപമായതിനാലും ആക്കുളം ടൂറിസ്റ്റ് വില്ലേജ് പരിസരം കൂടി ആയതിനാലും ഈ പദ്ധതി വലിയൊരു ടൂറിസം വികസന സാധ്യത ഉള്ളതായിരുന്നു. ഒരു കാലത്ത് വളരെ മനോഹരമായ ടൂറിസ്റ്റ് കേന്ദ്രമായിരുന്ന ആക്കുളം കായലും പരിസരവും ഇപ്പോൾ ഏതാണ്ട് കായൽ ഏതാണ് കര ഏതാണ് എന്ന് തിരിച്ചറിയുവാനാകാത്ത വിധം കാട് മൂടി കഴിഞ്ഞിരിക്കുകയാണ്. നഗരത്തിലെ മുഴുവൻ മാലിന്യജലവും ഒടുവിൽ ഒഴുകിയെത്തിയതോടെ ജൈവ വൈവിധ്യത്തിനും ഭീഷണിയായി. ഇടയ്ക്കിടയ്ക്ക് കുളവാഴയും പായലും നീക്കൽ എന്ന ചടങ്ങും നടന്നു വരികയാണ്. പദ്ധതി ഏറ്റെടുത്ത കരാർ കമ്പനിക്ക് ഈ മേഖലയിലെ പരിചയക്കുറവ് ചൂണ്ടിക്കാട്ടിയാണ് ടൂറിസം വകുപ്പ് എതിർപ്പ് പ്രകടിപ്പിച്ചതെന്നും വാർത്തകളിൽ പറയുന്നു. ഇവരുടെ കരാർ റദ്ദാക്കി പുതിയത് ക്ഷണിക്കുവാനുള്ള നീക്കം തുടങ്ങിയതും വിഷയമായി. ഇപ്പോൾ വീണ്ടും പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള വാർത്തകളും വന്നിട്ടുണ്ട്. എത്ര കോരി മാറ്റിയാലും പൂർവാധികം ശക്തിയോടെ തിരികെ എത്തുന്ന കുളവാഴകളെ നിയന്ത്രിക്കുക എന്നത് തന്നെയാണ് വലിയൊരു കടമ്പ. 1950 കാലഘട്ടത്തിൽ 245 ഏക്കറോളം വിസ്തൃതി ഉണ്ടായിരുന്ന കായൽ ഇപ്പോൾ 145 ഏക്കറായി ചുരുങ്ങി. ഈ കായൽ സംരക്ഷണം നടത്തി വീണ്ടെടുക്കേണ്ടത് നഗരത്തിലെ പരിസ്ഥിതി സന്തുലിതാവസ്ഥയ്ക്ക് അത്യന്താപേക്ഷിതമാണെന്ന പഠന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. അങ്ങനെ വർഷങ്ങൾ ഓരോന്നായി കടന്നു പോകുമ്പോഴും എങ്ങുമെത്താതെ ആക്കുളം കായൽ പുനരുജ്ജീവന പദ്ധതി നിലനിൽക്കുകയാണ്. ശുഭപ്രതീക്ഷ മാത്രം വെച്ചു പുലർത്തിക്കൊണ്ട് കാത്തിരിക്കാം. മറ്റൊരു തലസ്ഥാന വിശേഷവുമായി വീണ്ടും കാണാം.